ഇങ്ങനെ കൊണ്ട് ജീവിച്ച് ഞാൻ മടുത്തു. കണ്ടു എങ്ങനെയായിരുന്നു ഞാൻ ഇപ്പൊ ക്ഷീണിച്ച് എല്ലാം തോലുമായി. അതെങ്ങനെയാ? രാവിലെ തന്നെ എന്തൊക്കെ പണികളാ. മുറ്റം അടിക്കണം, വെള്ളം കോരണം, തുണി അലക്കണം. ഇതെല്ലാം കൂടെ അങ്ങേരെ കൊണ്ട് തല്ലി ചെയ്യിക്കാൻ ഞാൻ പെടുന്ന ഒരു പാടേ. ഇങ്ങനെ ഒരു ഗുണമില്ലാത്തൊരു കെട്ടിയവനെ ആണല്ലോ ഈശ്വര എനിക്ക് തന്നത്. എനിക്ക് പുല്ലാടാ പുല്ല്. എല്ലാവരും ഞാൻ ഈ ചങ്കോട്ട് കേൾക്കും. മനസ്സിലായോ? ദൈവമേ, ഇന്നും ഇങ്ങനെ കുടിച്ചു കൂത്താടി നാട്ടുകാരെ തല്ലുകൊണ്ടാണല്ലോ വരവ്. എത്തിയാ നിങ്ങൾ എന്നീ ഒടുക്കത്തെ കുടി നിർത്തുമ്പോ അന്നേ നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനാണേ നീ ചാകും തന്നെ ഞാൻ വെള്ളവടി നിർത്തൂ. നീ ചത്താലല്ലേ ഞാൻ രക്ഷപ്പെടൂ. ഒടുക്കത്തെ കുടിയൊന്ന് നിർത്ത മനുഷ്യ. ആ പിന്നെ നമ്മുടെ മോനെ ഇന്ന് പെണ്ണ് കാണിക്കാൻ ആ ബ്രോക്കർ ഇങ്ങോട്ട് വരും. പെണ്ണ് ബികോംകാരിയാ. എന്നിട്ട് നീ ഇന്നലെ പറഞ്ഞു പെണ്ണ് വൈദ്യകാരിയാണെന്ന്. ഇപ്പൊ പറയുന്നു പെണ്ണ് ബികോംകാരിയാണെന്ന്. നീ നാലെടുക്കാൻ നുണയെ പറയത്തുള്ളൂ അല്ലയോ? ബികോം എന്ന് പറഞ്ഞാലേ ഒരു ഡിഗ്രിയാ, പ്രീ ഡിഗ്രി, ഡിപ്ലോമ. മനസ്സിലായോ? ഡിപ്ലോമോ? ഡിപ്ലോമ ഉണ്ടാക്കുന്നവിടെ ഒന്നും ഞാൻ എന്റെ വീടിന്റെ മുറ്റത്തിൽ എഴുതില്ല. ബ്രോക്കർ വന്നല്ലോ. ബ്രോക്കർ നീ ഷേപ്പാണെങ്കിൽ ചെറുക്കൻ എന്തായിരിക്കും? എന്താ ഇത്ര താമസിച്ച? രാവിലെ തൊട്ട് ഞങ്ങൾ നോക്കിയിരിക്കുക. എന്റെ ദൈവമേ, ഒന്നും പറയണ്ട. ഞാൻ പറയട്ടെ. മന്ത്രിയുടെ മകൾക്ക് ഒരു ചെറുക്കം വേണമെന്ന് ഞാൻ തപ്പി നടക്കുകയായിരുന്നു. ചെറുക്കൻ എന്താ തവളയാണോ? അതെ, ഞങ്ങളുടെ മോന് നല്ലൊരു പെണ്ണിനെ വേണം. പെണ്ണ് ഇഷ്ടം പോലെ ഉണ്ട്. ചെറുക്കന്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. നല്ല സ്വഭാവ ചേട്ടാ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേട്ടാ. ഞങ്ങൾക്ക് ഉണ്ടായി തലതെറിച്ചൊരു പൊന്നുപുത്രൻ. എപ്പോഴും തിന്ന നടക്കും, എപ്പോഴും തിന്ന നടക്കും. അവനാണേ രാപ്പകല് കുളിക്കടവിലുമായി നോട്ടം. എപ്പോഴും തിന്ന നടക്കും, എപ്പോഴും തിന്ന നടക്കും. ഞങ്ങൾക്ക് ഉണ്ടായി തലതെറിച്ചൊരു പൊന്നുപുത്രൻ. അവനാണേ രാപ്പകല് കുളിക്കടവിലുമായി നോട്ടം. ഇതാണ് ഞങ്ങളുടെ പുന്നാര മോന്റെ സ്വഭാവം. ബ്രോക്കർ അതിന് നല്ല പെമ്പിളാരും വല്ലതും ഉണ്ടോ? ഒരു പെണ്ണുണ്ട്, നല്ല സൗന്ദര്യം, നല്ല വിദ്യാഭ്യാസം, ഇഷ്ടംപോലെ സ്വത്ത്. എങ്കിൽ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഉറപ്പിക്കാൻ വരട്ടെ. പെണ്ണിന്റെ കെട്ടിയവൻ സമ്മതിക്കുമോന്നാ എനിക്ക് പേടി. അത് നമുക്ക് പോയി പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പോലെ. എന്താണ് നീ പറഞ്ഞത്? ഓഹോ, സെക്കൻഡ് ഹാൻഡ് ആണല്ലേ? സെക്കൻഡ് ഹാൻഡിന്റെ ഒന്നും ഞങ്ങൾ മോന് വേണ്ട. എന്താ ഒരു കാര്യം ചെയ്യാം, കുട്ടനാട്ടിലെ കുട്ടപ്പായുടെ മകളെ നമുക്ക് ആലോചിച്ചാലോ? അയ്യോ, ആലപ്പൻ കുട്ടപ്പായുടെ മോളെ ഒട്ടും ഞങ്ങളുടെ കുഞ്ഞാരെ മോൻ കെട്ടാച്ചേരക്കായി ഇവിടെ നിന്നാലും കുട്ടപ്പായുടെ മോളുമായിട്ടുള്ള ഈ ബന്ധം വേണ്ട. സത്യമായിട്ട് കുട്ടപ്പായ പട്ടേടി നിർത്തി. പട്ടേടി നിർത്തിയെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഞാൻ ആവശ്യത്തിന് മോൻ ചേച്ചാ വന്നത്. ചേട്ടാ മോന്തുവോ മോന്തോണ്ടിരിക്കുവോ? മോൻ നെഞ്ചിയാ ഞാൻ ചോദിച്ചേ. അവനകത്തുണ്ട്, വിളിക്കാം. മോനെ സുശീല. ഇതാണോ സുശീലൻ? ഇത് ദുശീലനാണ്. ഇവനെ കുറിച്ചല്ലേ നാട്ടുകാർ അതും ഇന്നും പറയുന്നത് കേട്ടത്. ഇവ മറപ്പലയിൽ ഒളിച്ചിരുന്നെന്താ? ഈ കേട്ടത് മഹാഭാവി, ഞാൻ ഇനി എങ്ങനെ മാന്യമര്യാദയായിട്ട് ഷാപ്പിൽ പോയി കടം പറഞ്ഞു കുടിക്കോടാ? മറ്റുള്ള കുടുക്കുടിയന്മാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? പറയടാ, എടാ പറയാൻ. മറപ്പുരയിൽ മറഞ്ഞിരുന്നത് ഞാനല്ല, കുളിക്കടവിൽ കുളിച്ചിരുന്നത് ഞാനല്ല. ഹിന്ദുവിന്റെ വീട്ടിൽ അത് നിന്നല്ല
കല്യാണം ഉറപ്പിച്ചോ. എന്നാ പ്രോഗ്രേട്ടാ നമുക്ക് ഇപ്പൊ തന്നെ പോയി പെണ്ണിനെ കാണാം. പ്രിയമുള്ള നാട്ടുകാരെ, ഇന്ന് രാവിലെ 10 മണി മുതൽ മിന്നൽ ഹർത്താലായി ആചരിക്കുകയാണ്. ഈ മാസം ഹർത്താലൊന്നും നടക്കാത്തതിന്റെ പേരിൽ ഒരു ഹർത്താൽ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. എല്ലാവരും ഈ ഹർത്താലിൽ പങ്കെടുത്ത് ഇതൊരു വിജയമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഓ മുടിഞ്ഞു പോകാൻ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴാണ് ഇവന്മാരെ മുടിഞ്ഞ ഒരു ഹർത്താൽ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തിനും ഏതിനും എപ്പോഴും എവിടെയും ഇത് മാത്രമേ ഉള്ളൂ, ഈ മുടിഞ്ഞ ഹർത്താൽ. നമ്മുടെ മോക്കൂടെ ഒരു ചെറുക്കനെ വേണം. ഒറ്റ പന്തലി 2 കല്യാണം കൂടെ അങ്ങോട്ട് ഒന്നിച്ച് നടത്താനാ. അതിനെന്താ മോളെ ഒന്ന് കണ്ടാൽ കൊള്ളാം. അയ്യോ, എന്റെ മോളെ അറിയില്ലേ? അവള് ഫേമസ് അല്ലേ? ഡ്രസ്സൊന്ന് കാണണം, അടിപൊളിയാ. വായ തുറന്നാൽ തോന്നുന്നതെല്ലാം ചുമ്മാ വിളിച്ചവർ ഫോണിൽ പറയും, ഇംഗ്ലീഷ് വാരി വലിച്ചു പറയും, അടിപൊളിയാ. അത് മനസ്സിലാകാത്ത ഭാഷ പറയുവാൻ ബന്ധുമിടുക്കിയവൾ, പല ചെറുപ്പക്കാരുടെ മനസ്സിലാക്കിയ ഒരു ലടുക്കിയവൾ. ഓഹോ ഫോൺ വിളിയാ, മോൾ ബിസിയാ, പണി ഫോൺ വിളിയാ. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഞാനാ കുട്ടപ്പന. കുട്ടപ്പന എന്താ ജോലി? PWD ആണോ? അതെ, പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഹോട്ടലിലെ ഓക്കെ. മോൾക്ക് വട്ടാണോ? മോക്കെ ഒരു TV ചാനലിൽ ഫോൺ വിളിച്ച് സംസാരിച്ച് പാട്ട് വെച്ചു കൊടുക്കുന്ന പരിപാടി അവതരിപ്പിക്കുന്ന ജോലിയാ. അതുകൊണ്ടേ 24 മണിക്കൂറും അവള് ഫോണില്ല. ഇതിനു മുമ്പ് മോൾ എസ്റ്റഡി ബൂത്തിലായിരുന്നോ? അല്ല, പ്രാന്താശുപത്രിയില്. അവക്ക് അസുഖം കുറഞ്ഞപ്പോ ചാനലുകാര് പറഞ്ഞു അവതാരികയായിട്ട് വിട്ടേക്കാൻ. അവളുടെ ആ ചിരിയും പരസ്പര ബന്ധമില്ലാത്ത സംസാരവും അവർക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയിന്ന്. അപ്പോൾ ഈ ഭ്രാന്തുള്ളവരെയാണോ ഈ ഫോൺ വിളിക്കുന്ന ജോലിക്ക് എടുക്കുന്നേ? പിന്നെ അല്ലാതെ തലയ്ക്ക് സ്ഥിരതയുള്ളൊരു വലിയൊരു ആ പണിക്ക് പോവോ? എടാ, ഇവക്ക് പറ്റിയ ഒരു ചെറുക്കനെ വേണമല്ലോ. പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദിലീപ് കുമാരേ, പാടാമോനെ? ഇതാണ് കുറുക്കൻ, നല്ല ചെറുക്കൻ. മോനെ, ഇതാണ് പെണ്ണ്. എനിക്ക് ഇഷ്ടപ്പെട്ട്. ആ, പെണ്ണിന്റെ അച്ഛ. പെണ്ണിന് ചെറുക്കനും എന്തൊക്കെ സംസാരിക്കാൻ കാണും. അവര് തമ്മിൽ സംസാരിക്കട്ടെ. എന്താ കുട്ടിയുടെ പേര്? സോറി, ഞാൻ ഫോണിൽ കൂടെ വിളിച്ചാൽ മാത്രമേ മറുപടി പറയത്തുള്ളൂ. ആണോ? ഹലോ ഹലോ ഹലോ, ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഞാൻ നിങ്ങളുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്ന സുശീലനാ. ഓലെ ഒന്ന് കുറയ്ക്കോ? ഓലെ മുറിച്ച് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ? അയ്യോ, സുശീലനോടല്ല. ഓലെ കുറിച്ച് സംസാരിച്ചിട്ട് ഞാൻ വായിക്കാത്ത തൂളി കുത്തി കേട്ടിരിക്കും കേട്ടോ. കല്യാണം കൊടുക്കും. സുശീല, what the point is not the specific and how old are you? എന്ത് ഇംഗ്ലീഷിൽ തെരു പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സുശീലിന് ഏത് പാട്ടാ വേണ്ടേ? കുട്ടിക്ക് ഇഷ്ടമുള്ള ഏത് പാട്ടായാലും എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, സുശീലിന് ഇഷ്ടമുള്ള ഒരു പാട്ടാ ഞാൻ വെച്ചുതരാം. വാച്ച്. പാട്ടും കൂത്തും ഒക്കെ കഴിഞ്ഞ് പെണ്ണിനും ചെറുക്കനെ ഇഷ്ടമായ
സ്ഥിതിക്ക് നമുക്ക് ഈ കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കാം. എന്റെ പൊന്നുമോക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഈ ചേട്ടനെ ഒത്തിരി ഇഷ്ടമായി. എന്റെ ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് ഈ ചേട്ടനടുത്ത് മാത്രമായിരിക്കും. മൂന്നാണ് ഇത് ശരിയാവില്ലട്ടോ. ഈ പെണ്ണിനെ എനിക്ക് വേണ്ട. അതെന്താണ്? ഈ പെണ്ണിന് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഫോൺ ചെയ്യാനും മാത്രം അറിയാൻ പാടുള്ളൂ. എനിക്ക് ഈ പെണ്ണിനെ വേണ്ട. മൂന്നാനെ ചേട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഫോൺ വിളിച്ച് തൊണ്ട വരണ്ട് ചാവും. ഈ ചെറുക്കൻ തന്നെ വേണമെന്ന് നിനക്ക് എന്താ പെണ്ണെ ഇത്ര നിർബന്ധം? അത് ഞാൻ പറയാ. എന്റെ സ്വത്തും പണവും സമ്പത്തും കണ്ടിട്ടല്ലേ ഈ പെണ്ണെ നീ എന്നെ ഇങ്ങനെ കെട്ടണോന്ന് പറഞ്ഞ് വാശി പിടിക്കണേ. അങ്ങനെ പറയരുത് ചേട്ടാ. ചേട്ടന്റെ സ്വത്തും പണവും സമ്പത്തും ഒന്നും കണ്ടിട്ടോ ഈ രൂപം കണ്ടിട്ടുള്ള സഹതാപം കൊണ്ടോ അല്ല. പിന്നെ എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന് ഒരു അച്ഛൻ വേണമെന്ന് ഓർത്തിട്ടാ കൊരങ്ങ. എന്റെ പൊന്നു മോളെ, ഏത് ചാനലുകാരാ നിനക്ക് ഇത് സ്പോൺസർ ചെയ്തത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അത് ശരി. അപ്പൊ എല്ലാവരും കൂടി മനപ്പൂർവ്വം എന്നെ കളിക്കുകയായിരുന്നല്ലേ? മോൻ ഇങ്ങനെ ചൂടാവല്ലേ? എന്തായാലും എന്റെ മോക്ക് വേണ്ടി ഒരുപാട് ചെറുക്കന്മാരെ അന്വേഷിച്ച് നടന്നതല്ലേ നീ? ഞങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ എന്റെ മോളുടെ ഈ വിങ്കോൾഫിക്കേഷൻ നിന്റെ തലയിലോട്ട് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നു.